ഇൻ്റൽ ഒരു കാലത്ത് കമ്പ്യൂട്ടർ പ്രോസസ്സർ ലോകത്തിലെ രാജാവ്. പക്ഷേ ഇന്ന് ആളുകൾ ചോദിക്കുന്നു ഇൻ്റലിന് എന്ത് സംഭവിച്ചു എന്ന്. ലാഭം കുറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, മത്സരക്കാർ മുന്നേറി. ഈ വീഡിയോയിൽ ഇൻ്റലിന് എവിടെ പിഴച്ചു, ഇപ്പോൾ അവർ എന്തു ചെയ്യുന്നു, ഭാവിയിൽ തിരിച്ചു വരുമോ, എല്ലാം നോക്കാം. 24-25 കാലഘട്ടത്തിൽ ഇൻ്റൽ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലായിരുന്നു. വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ചെലവ് അതിലും കൂടുതലായി. ഫലം, കമ്പനി നഷ്ടം രേഖപ്പെടുത്തി, ചില പ്രോജക്റ്റുകൾ നിർത്തി, ചില ഫാക്ടറികളുടെ പ്ലാൻസ് മാറ്റി, ചെലവ് കുറയ്ക്കാൻ കർശന തീരുമാനങ്ങളും എടുത്തു. ഇൻ്റൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനം ലേ ഓഫ്. 2025 മാത്രം ഏകദേശം 25,000-ലധികം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ജർമ്മനി, പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലെ വലിയ ഫാക്ടറി പദ്ധതികളും താൽക്കാലികമായി നിർത്തി. ഇത് ഇൻ്റലിന് എളുപ്പമുള്ള തീരുമാനം ആയിരുന്നില്ല, പക്ഷേ കമ്പനിക്ക് ജീവിച്ചു നിൽക്കാൻ അത് വേണ്ടി വന്നു. ഇതിന് കാരണമെന്താണ്? ഇൻ്റലിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒറ്റ കാരണം ഇല്ല. ഒന്നാമത്, AMD, NVIDIA പോലുള്ള കമ്പനികൾ വളരെ വേഗത്തിൽ മുന്നേറി. രണ്ടാമത്, AI ചിപ്പുകളിൽ ഇൻ്റൽ പിന്നിലായി. മൂന്നാമത്, ചിപ്പ് നിർമ്മാണത്തിലെ പുതിയ ടെക്നോളജി വൈകിയെത്തി. ഇതെല്ലാം ചേർന്നപ്പോൾ ഇൻ്റലിൻ്റെ ആധിപത്യം പതുക്കെ കുറഞ്ഞു. ഇൻ്റലിൻ്റെ തിരിച്ചുവരവ്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇൻ്റൽ പുതിയ ചിപ്പുകൾ അവതരിപ്പിച്ചു. പാന്തർ ലേക്ക്. ഇത് പെർഫോമൻസിൽ വലിയ പുരോഗതിയാണ്. കൂടാതെ ഭാവിയിൽ ആപ്പിൾ പോലുള്ള വലിയ കമ്പനികൾ ഇൻ്റലിൻ്റെ ഫാക്ടറികൾ ഉപയോഗിക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അത് സംഭവിച്ചാൽ ഇൻ്റലിന് വലിയ തിരിച്ചുവരവ് സാധ്യമാണ്. ഇൻ്റൽ വീണോ? ഇല്ല, ഇൻ്റൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പോരാട്ടങ്ങൾ തോറ്റു, പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇൻ്റൽ തിരിച്ചു വരുമോ? അത് അടുത്ത വർഷം, കുറച്ച് നാളുകൾക്കുള്ളിൽ നിർണ്ണയിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.